ഹലോ, ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരേപോലെ വളർത്തുന്ന സ്പൈഡർ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്പൈഡർ പ്ലാന്റിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗ്രോത്ത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്, അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഈ കാണുന്ന പോലെ സ്പൈഡർ പ്ലാന്റിൽ ഉണ്ടാവുന്ന ചെറിയ ബഡ്സ് ഉണ്ട്. അതായത് ആ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ കുട്ടി പ്ലാന്റ്സുകൾ, ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പോട്ടിലേക്ക് വെച്ച് വളർത്തിയെടുക്കുക. അത് മണ്ണിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും പെട്ടെന്ന് വേര് വരികയും അതുപോലെ തന്നെ നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ സ്പൈഡർ പ്ലാന്റിൻ്റെ ഈ കാണുന്നൊക്കെ ചെറിയ അതിൻ്റെ ഒരു കുട്ടി പ്ലാന്റുകളാണ് കേട്ടോ, ചെറിയ ചെറിയ ബഡ്സാണ്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രോത്തുകളെ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ മാറ്റി വയ്ക്കും. ഞാനിവിടെ മണ്ണിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. അതിൽ വേര് വന്നതിന് ശേഷം ഞാൻ ആ ജസ്റ്റ് വീഡിയോ കാണിക്കാം കേട്ടോ, എത്ര പെട്ടെന്നാണ്, എത്ര ദിവസം കൊണ്ടാണ് അത് വേര് വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ബഡ്സുകളെല്ലാം ഒരുമിച്ച് നല്ല ഭംഗിയിൽ നമ്മളൊരു പോട്ടിലേക്ക് വെക്കും. മണ്ണിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 3 ബഡ്സുകളാണ് നമ്മൾ എടുത്തത്. അതിനെ ഒരുമിച്ച് ചേർത്ത് സോയിലാണ് വെക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ അങ്ങനെ ആഴത്തിലൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് കുറച്ചൊരു വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ലേക്ക ബോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലേക്ക ബോൾസ് യൂസ് ചെയ്യുന്നത് എപ്പോഴൊരു ഈർപ്പം നിൽക്കാനും അധികം വെള്ളം കെട്ടി നിൽക്കാതെ ഒരു മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ലേക്ക ബോൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഡെക്കറേഷനും കൂടിയാണ്. ആ ഒരു പോട്ട് കാണുന്ന സമയത്ത് ഒരു ഭംഗിയെന്ന് മാത്രം. ആ ഒരു സോയിലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഈ ലേക്ക ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ലേക്ക ബോൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൂട്ട് വന്നതിന് ശേഷം ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ചെറിയ ഗ്രോത്തുള്ള സ്പൈഡർ പ്ലാന്റ്സിനെ നമ്മൾ സോയിലേക്ക് വെച്ചു. ഇനി നമ്മൾ നേരത്തെ കാണിച്ച വലിയ സ്പൈഡർ പ്ലാന്റിൽ തന്നെ നമുക്ക് 2 പാർട്ടായിട്ട്, അതായത് ഈ കാണുന്ന പ്ലാന്റിലെ 2 സെക്ഷനായി തിരിച്ചിട്ട് നമുക്ക് ഒന്നിനെ സോയിലും ഒന്നിനെ വാട്ടറിലും വയ്ക്കാം. നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗ്രോത്തായിട്ട് അതിനെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഒരുപാട് ഇൻഡോർ കളക്ഷൻസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സോയിലിൽ നിന്ന് ഒരു ചെറിയൊരു സെക്ഷൻ മാറ്റിയതിന് ശേഷം അതിൽ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കളഞ്ഞതിന് ശേഷം ഒരു പുതിയൊരു പോട്ടിലേക്ക് കുറച്ച് മണ്ണെടുത്തു. അതിലേക്ക് നമ്മളതിനെ പ്ലാന്റ് ചെയ്യാണ്. നമ്മളെപ്പോൾ പ്ലാന്റിങ് ചെയ്യുകയാണെങ്കിലും ആ സോയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മാത്രം ഈ ചെടി വയ്ക്കുക. ഇതിൽ ഞാൻ ലേക്ക ബോൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും നമ്മൾ വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെങ്കിലും എല്ലാം ലേക്ക ബോൾസ് ആഡ് ചെയ്യണത് നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒന്നിനെ നമ്മൾ വെള്ളത്തിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വേര് നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് ആ മണ്ണൊക്കെ നന്നായിട്ട് കഴുകിയെടുത്താലേ നമ്മളൊരു പോട്ടിൽ വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജാറിൽ വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഈ പോട്ടിലാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഇതിലാണെങ്കിലും നമ്മൾ ഈ ലേക്ക ബോൾസ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ സ്പൈഡർ പ്ലാന്റ് അതിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്